ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട 3G ആക്റ്റീവ 3G ആണ് വണ്ടി. അത് നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കി അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. എന്നാൽ കമ്പനി ഫിൽറ്ററാണ്, ഒറിജിനൽ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. അപ്പോൾ നമുക്കതൊന്ന് ക്ലീനാക്കി തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. തന്നെയല്ല ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ നമുക്ക് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, റോളർ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബെൽറ്റ് കിടക്കുന്ന ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ബെൽറ്റിനായാലും വേറെ പൊട്ടലോ കാര്യങ്ങളോ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കിക്കറിൻ്റെ വീല് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ഈ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇതിനകത്ത് അത്യാവശ്യമുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ റോളർ വെയിറ്റ്, അതേപോലെ ബോസ് ഡ്രൈവ് വേരിയിട്ട് ഓടിക്കുന്നത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. നമുക്കൊരു 18,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. മീറ്ററിൽ 12,000 കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് പ്രകാരം ചെക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. വെയിറ്റ് സൈഡിൻ്റെ ഭാഗമായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടറിനകത്തൊക്കെ ആയാലും ക്ലച്ച് ഉരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അത്യാവശ്യം. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്കുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഐസൊലേറ്റർ കേബിളായാലും ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ സസ്പെൻഷൻ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ അത് ഗ്രീസ് ചെയ്ത് തരണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കുഷ്യൻ അസംബ്ലിയുടെ ഈ ഫ്രണ്ടിൽ തന്നെ ബുഷ് തേയ്മാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം. ഓൾറെഡി നമുക്ക് ഫ്രണ്ട് ടയർ ചെറിയൊരു തേയ്മാനം കൂടുതൽ കാണിക്കുന്നുണ്ട്. വൺ സൈഡ്, ഈ സൈഡ് ഒരല്പം തേയ്മാനം കൂടുതലാണ്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് ടയർ മാറ്റുന്ന സമയത്ത് ഈ ടയർ ബാക്കിലേക്ക് ഇടുക എന്തെങ്കിലും ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ടയർ നമുക്ക് സെയിം അളവ് തന്നെ. അപ്പോൾ അത് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിടാം. കാരണം ഈ സൈഡ് ഇപ്പോൾ ഇത്രയും തേയ്മാനം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്തിട്ട് ഞാൻ റെഡി ആയിക്കോളൂ. പിന്നെ നമുക്ക് മോഡൽ ഡിസൈൻ ഇത് തന്നെയാണ്. ഇപ്പോൾ ബാക്കിലായാലും ഡിസൈൻ ഇത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് റൊട്ടേഷനും നടക്കും, ഈ പറഞ്ഞ രീതിയുടെ ആവറേജ് നമുക്ക് കിലോമീറ്റർ ഓടിക്കാനും കിട്ടും. എന്തായാലും താരതമ്യേന റൈറ്റ് സൈഡിൽ ഒരല്പം തേയ്മാനം കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വലിച്ച് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഫ്രണ്ടിലത്തെ 2 കംപ്ലൈൻറ്റാണ്. കാരണം ഓൾറെഡി നല്ല ടൈറ്റ്, ഔട്ടറൊക്കെ വലിയ നിൽക്കണേ. തന്നെയല്ല ഇത് ഇവിടെയൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട്. കണ്ടോ, ഔട്ടർ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ 2 കേബിൾ മാറ്റിയിടാണെങ്കിൽ ബ്രേക്കിൻ്റെ കേസ് സ്മൂത്തായി കിട്ടും. സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം ബാറ്ററിയുടെ കംപ്ലൈൻറ്റ്. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി എന്ന് പറയുമ്പോൾ ലൂക്കാസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററിയാണ്. ഓൾറെഡി സ്റ്റിൽ ഡെഡാണ് അതിനകത്ത്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചാർജൊന്നുമില്ല. അപ്പോൾ ബാറ്ററി ഓൾറെഡി മാറ്റി പുതിയത് വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് നമുക്ക്. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം ഫോം ടൈപ്പാണ് വരെ അത്യാവശ്യം തന്നെ അഴുക്കായിട്ട്. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതിനകത്ത് പൊല്യൂഷൻ ഇല്ലാതെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പൊല്യൂഷൻ നിർബന്ധമാണ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് അതുകൂടി റെഡിയാക്കി ഇടാം. കാരണം അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിടുകയെന്ന് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് പാസ്സാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ആഡ് ചെയ്തിട്ട് നമുക്കത് റെഡിയാക്കി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒന്ന് നമുക്ക് എൻജിൻ ഓയിൽ നമുക്ക് മാറാനുണ്ട്. അത് ഓൾറെഡി മാറുന്ന ടൈം ആയിട്ടുണ്ട്. പിന്നെ ഈ എയർ ഫിൽറ്റർ സെക്കൻഡറി ഫിൽറ്ററാണ്, അത് നമുക്ക് മാറ്റിയിടണം. ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിടാനുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ കേബിളുകൾ കണ്ടണം ഫ്രണ്ടിലേക്ക് വേണ്ടത്, അത് മാറ്റിയിടണം. ഈ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ. അത്രയും കേസാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട പാർട്സുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ആ പാർട്സുകളും സർവീസ് ചാർജും ജനറൽ സർവീസിൻ്റെ ലേബർ ചാർജും അതേപോലെ തന്നെ പൊല്യൂഷൻ്റെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടണേ.